ഇതാ നമ്മൾ സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തു. ഇനി തേർഡ് സ്പീഡിൽ ഇട്ടിട്ട് ഒരു 1/2 മിനിറ്റ് മാത്രം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ടോട്ടൽ 3.5 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി, ഓവർ ബീറ്റിംഗ് ആകണ്ട. നമ്മള് മുട്ട ഉണ്ടോ നല്ല മുട്ടയും പഞ്ചസാര ഇട്ട് നല്ല ബീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. മുട്ട, പഞ്ചസാര, വാനില എസൻസ്, ഉപ്പിട്ടിട്ട് ബീറ്റ് ആക്കിയിട്ട് തേർഡ് സ്പീഡിൽ ഇട്ടിട്ട് 1/2 മിനിറ്റ് ബീറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളത് ക്രീമി ടെക്സ്ചർ ആയിട്ട് നല്ലൊരു വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്പീഡില് ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഓവറാക്കി ബീറ്റ് ചെയ്യണ്ട. ബീറ്റ് ചെയ്താൽ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട താന്നു പോകും കേട്ടോ. എന്താ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ആ ബാറ്ററിലേക്ക് മിക്സ് ആയാൽ മാത്രം മതി. ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് തരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മൾ അടുത്തത് നമ്മൾ തരിച്ചു വെച്ച് മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചാക്കിയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക. ഒരു ഭാഗത്ത് തന്നെ ഇട്ടാൽ അത് കട്ട കുത്തും. ഒരു 4-5 പാർട്ടാക്കിയിട്ട് ഇട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ആക്കിയിട്ട് സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. സ്ലോ ആയിട്ട് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തെടുക്കുക. ഇതാ ഇങ്ങനെ കുറച്ചാക്കിയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 3-4 വട്ടാക്കിയിട്ട് ഇട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒന്നിച്ചിട്ടിട്ട് മിക്സ് ആക്കിയത് അങ്ങനെ ആകുമ്പോൾ കട്ട കുത്തിയിട്ട് നമ്മൾ ഓവറായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് താന്നു പോകും മുട്ടയുടെ ബാറ്റർ. അപ്പം നമ്മളെ കേക്ക് ഹൈറ്റിൽ പൊന്തൂല, ഹാർഡായി പോകും കേട്ടോ. ശ്രദ്ധിക്കുക. ടൈറ്റ് ആണെന്ന് തോന്നുന്നത് നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മളെ മാവ് ഈ ബാറ്റർ ടൈറ്റ് ആണെന്ന് തോന്നുന്ന ടൈമിൽ മാത്രം എന്ത് ചെയ്യാം, പാലോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ടൈമിൽ ഞാനിതാ കുറച്ച് ഒരു ടേബിൾ സ്പൂണ് നോർമൽ വാട്ടറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെ ബാറ്റർ ടൈറ്റ് ആണെന്ന് തോന്നുന്ന സ്റ്റെപ്പിൽ മാത്രം ഇത് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു 4-5 പാർട്ടായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ആക്കാം. റൗണ്ട് ചെയ്യുക, കട്ട് ചെയ്യുക, റൗണ്ട് ചെയ്യുക, കട്ട് ചെയ്യുക കേട്ടോ. റൗണ്ട് ചെയ്യുക, കട്ട് ചെയ്യുക. ഇതേപോലെ നല്ല മിക്സ് ആക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി വന്നിട്ടുള്ളത് റിബൺ കൺസിസ്റ്റൻസി ആണ് കേട്ടോ. റിബൺ കൺസിസ്റ്റൻസി ആണ്. നമ്മള് ബാറ്റർ റിബൺ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. എന്താ ബാറ്റർ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ടൈറ്റ് ആണെന്ന് തോന്നുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കാം. നമ്മളെ കൺസിസ്റ്റൻസി ഇതാ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി വന്നിട്ടുള്ള ഇതേപോലെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ മടക്കായിട്ട് റിബന് പോലെ ചാടും. ഇങ്ങനെയാണ് കേട്ടോ. ലൂസും അല്ല ടൈറ്റും അല്ല. കണ്ടില്ലേ, നമ്മളെ ബാറ്റർ ഇങ്ങനെ റിബൻ പോലെ മടക്കായിട്ട് ചാടണം. ഇതാണ് നമ്മളെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മള് ബാറ്ററി ടിന്നിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെയുള്ള ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് നല്ല എല്ലാ ഭാഗത്തേക്ക് എത്താൻ